ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല കല്യാണത്തിനൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ബീഫിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ കുക്കറിൽ വേവിച്ചിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സവാളയും തക്കാളിയും ഒക്കെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഞാൻ സവാള അരിഞ്ഞത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാനിവിടെ കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉപ്പും മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ വേവിക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം യൂസ് ചെയ്യുന്നില്ല. വെള്ളം യൂസ് ചെയ്യാണ്ടാണ് വേവിക്കുന്നത്. ഇനി ഇതിൽ ഒരു 2-3 സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ 10 മിനിറ്റാണ് വേവിക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലായിട്ട് വേവിക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് സവാള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മസാലയിലോട്ട് ചേർക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടൊരു കടായി എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇപ്പം നമ്മളെ സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫസ്റ്റിൽ തന്നെ മുന്തിരി ഇടാൻ പാടില്ല, അത് പെട്ടെന്ന് ഫ്രൈ ആവും. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം അതൊരു 2-3 കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് എടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ മുന്തിരി കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. പത്ത് മിനിറ്റ് ആയപ്പോൾ കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസിൽ പോയതിന് ശേഷം ഓപ്പൺ ആക്കാം. ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെള്ളം ഇല്ലാണ്ട് നമുക്ക് മസാല മാത്രം ഇട്ട് കൊടുക്കാം. ഇവിടെ ബീഫിൻ്റെ വേവ് നല്ല കറക്റ്റാണ്. ഇൻ കേസ് നിങ്ങൾ ബീഫിൻ്റെ വേവ് കുറച്ച് കുറവാണെങ്കിൽ പ്രശ്നമില്ല. ഈ മസാല സെറ്റാക്കുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് വെള്ളം യൂസ് ചെയ്യാം. കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നല്ലപോലെ വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ദമ്മാക്കുന്ന സമയത്ത് നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത്. ഇനി കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. തൈരിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫിന് 3 കപ്പ് എന്ന കണക്കിനാണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാനിത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ
നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ RKG ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഗരം മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ആദ്യം സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഗ്രാമ്പു, ബേ ലീവ്സ്, ചെറിയ ജീരകം, കറുവപ്പട്ട, ഏലക്കായ് എന്നിവ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന തോതിൽ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പകുതി ചെറുനാരങ്ങ നീരും ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ വെള്ളം തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തിളക്കുന്നുണ്ട്. ഇതേപോലെ 2-3 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി ഇതേപോലെ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇപ്പോൾ വീണ്ടും ഒരു 2-3 മിനിറ്റിന് ശേഷം ഇവിടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ചോറ് ഒന്നുകൂടെ ഒന്ന് വേവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ലോ ഫ്ലെയിമിൽ അടച്ചു കൊടുത്താൽ മതി. ഇനി ഇതെങ്ങനെ ദമ്മേന്ന് നോക്കാം. നേരത്തെ മാറ്റി വെച്ച വറുത്ത സവാളയിലും മല്ലിയിലയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. അത് മസാലേൻ്റെ മേലിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ലെയർ ദമ്മാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ടും ദമ്മിടാവുന്നതാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് മേലെ മുഴുവനായിട്ടും ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്യുക. എല്ലാ സൈഡും നല്ലപോലെ പ്രസ് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ ചെറിയൊരു ഹോളാക്കി കൊടുക്കുന്നുണ്ട് ഓരോ സൈഡിലായിട്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള പൊരിച്ച സവാളയും ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം പനീർ, അതായത് റോസ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ദം ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.